യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതരായവരെ, നിയോഗ പ്രാർത്ഥനയുടെ സമാപന ആഴ്ചയാണ്. തിങ്കൾ മുതൽ വെള്ളിയാഴ്ച ശുശ്രൂഷകളൊക്കെ നിയോഗ പ്രാർത്ഥന അവസാനിച്ച് ശനിയാഴ്ച ഡെയിലി ബ്ലെസ്സിങ് വീണ്ടും ആരംഭിക്കുവാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പ്രിയപ്പെട്ടവർ ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥന പങ്കെടുത്തിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ അവരെ കാണുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവസാനത്തെ 10 ദിവസങ്ങളാണിത്. സന്തോഷത്തോടെ ഇരിക്കാം. പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ, ശരിയായില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഓരോന്നിനും ഓരോ സമയമാണ്. ഇപ്പോൾ നട്ടതൊരു വിത്താണ്, അത് മുളയ്ക്കാതിരിക്കില്ല. അത് ചേർത്ത് നട്ടത് ദൈവവചനത്തോട് ചേർന്ന അതിന് ശക്തി വെളിപ്പെടാതിരിക്കില്ല, മാറ്റമുണ്ടാകാതിരിക്കില്ല, ഫലം ലഭിക്കാതിരിക്കില്ല. ഒരു ചെടി വളരുന്ന പോലെ പ്രാർത്ഥിച്ച ഓരോ നിയോഗത്തിലും മാറ്റങ്ങളുണ്ടാകും, ദൈവാനുഗ്രഹങ്ങളുണ്ടാവും. പ്രതീക്ഷയോടെ ഇരിക്കാം, സന്തോഷത്തോടെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങളിങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുവാണ്, എല്ലാ ഡ്രൈവർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാർ, ഇത് വലിയൊരു റിസ്ക്കുള്ള കാര്യമാണ്. വലിയ ബസ് ഓടിക്കുന്നവർ, കാർ ഓടിക്കുന്നവർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ഇങ്ങനെയുള്ളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡ്രൈവർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങളുള്ളവരെ എല്ലാം ഓർക്കുവാണ്. നല്ലൊരു വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. വാഹനം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടലിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. മത്സ്യബന്ധനം, മീൻ പിടിക്കാൻ പോകുന്നവർ, ഉൾക്കടലിൽ പോകുന്നവർ, അത് മേടിച്ചു അത് കൊണ്ടുവന്ന് വിൽക്കുന്നവർ, അങ്ങനെ തുറമുഖവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ഒത്തിരി കഷ്ടപ്പെടുന്ന, ജീവൻ പോലും പണയം വെച്ച് ഉറങ്ങാതെ ഒരു ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ കാപ്പിയും കുറച്ച് ഭക്ഷണമൊക്കെ ആയിപ്പോയി വെളുപ്പിന് കടലിലെ തണുപ്പിലും കാലാവസ്ഥയിലും ഒക്കെ സഹിച്ച് വീടിനെ നോക്കാൻ, മക്കൾക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആ കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ ദിവസം പ്രാർത്ഥിക്കാൻ പറ. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. വീട് പണി പകുതിയായി നിൽക്കുന്നു, വീട് പണി പൂർത്തിയായിട്ടില്ല, വീട് സ്ഥലമൊന്ന് വിറ്റ് കടം വീട്ടണം, പ്രാർത്ഥിക്കുവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും, എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും. ദൈവം ഇടപെടാതിരിക്കുകയില്ല. ദിവസേന ഈ കൂലിവേലയ്ക്ക് പോകുന്ന ആളുകളുണ്ട്, തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട്, ഓരോ ദിവസം അന്നു വേണ്ടി ആഹാരത്തിന് അധ്വാനിക്കുന്നവരുണ്ട്, ഇല്ലേ, അധ്വാനിക്കുന്നവരുണ്ട്. കെട്ടിട നിർമ്മാണ ജോലി ചെയ്യുന്നവർ, ടൈൽസിൻ്റെ വർക്ക് ചെയ്യുന്നവർ, പെയിൻറ്റിങ് ജോലി ചെയ്യുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറിയ ജോലിയാണെങ്കിൽ പോലും കച്ചവടം നടത്തുന്നവർ, ചെറിയ കച്ചവടം നടത്തുന്നവർ, ദിവസേന പട്ടിണിയില്ലാതെ പോകാൻ ആഗ്രഹിച്ച് ഓരോ തൊഴിൽ ചെയ്യുന്നവർ, ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോട്ടറി വിൽക്കുന്നവർ, കണ്ണ് കാണത്തില്ലാത്തവർ, കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തവർ, ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി വിൽക്കുന്നവരുണ്ട്, പഴയ സാധനങ്ങൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാധാരണക്കാരായ പാവങ്ങളായ സാധാരണക്കാരായ മനുഷ്യരെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആരെയും വിട്ടുപോയാൽ ക്ഷമിക്കണം, നിങ്ങളെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവ് ഞങ്ങളുടെ തിരുരക്തത്താൽ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഇന്ന് സമർപ്പിക്കുന്ന നിയോഗങ്ങളെയും ദിവസങ്ങളായി എഴുതി വച്ച നിയോഗങ്ങളെയും ഈ ആലയത്തിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെയും പേരും നിയോഗവും കൊടുത്ത വ്യക്തികളെയും സ്വീകരിച്ച്, ആ നിയോഗങ്ങളെ സ്വീകരിച്ച് തടസ്സങ്ങളെ മാറ്റി സാധിച്ചു കൊടുക്കുമ്പോൾ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കുകയും വചനത്താൽ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിയോഗ പ്രാർത്ഥനയിൽ കേൾക്കുന്ന വചനം എഴുതി വച്ച ആ നിയോഗങ്ങളോട് ചേർത്ത് വെച്ച് കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായം 1-2 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. അനുഗ്രഹമുള്ളൊരു വചനമാണ്. തൈലാഭിഷേകം എന്നാണ് ആ വചനത്തിൻ്റെ മുകളിൽ എഴുതിയ ഹെഡിങ്. വായിക്കുന്നു. 12 അധ്യായം 1 വാക്യം. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. എവിടെ വന്നു?
ബഥാനിയായിലേക്ക് യേശു വന്നു പെസഹായ്ക്ക് 6 ദിവസം മുൻപേ. 2-ാമത്തെ വാക്യം, അവർ അവന് ഒരത്താഴം ഒരുക്കി, ഒരു ഫുഡ് അത്താഴം ഒരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. ആ വിരുന്നിൽ ലാസറും ഉണ്ടായിരുന്നു. ഏതു ലാസർ? 11-ാം അധ്യായത്തിൽ മരിച്ച് സിമിത്തേരിയിൽ കല്ലറയ്ക്കകത്ത് അടക്കിയ ലാസർ, 4 ദിവസമായി ദുർഗന്ധം ഉണ്ടാകും, ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞ ലാസർ ഇപ്പോൾ 12-ാം അധ്യായത്തിൽ വിരുന്നിനിരിക്കുന്നു. വിരുന്ന് മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ആ ഭവനത്തിൽ ആരൊക്കെയുണ്ടോ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പം ലാസറിലേക്കായിരിക്കും. ദൈവമേ, 11-ാം അധ്യായത്തിൽ മരിച്ച് അടക്കി ദുർഗന്ധം ഉണ്ടാകുമെന്ന് സഹോദരി പറഞ്ഞു. 4 ദിവസമായി ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ പ്രതിസന്ധി കൂടെ കടന്നുപോയതാ. പ്രിയപ്പെട്ടവർ, ഇത് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും, അത്ഭുതമായിട്ട് തോന്നും. നമ്മുടെ അവസ്ഥ ഇന്നെങ്ങനെയാ? നമ്മുടെ അവസ്ഥ ഇന്നെങ്ങനെയാ? അതിൻ്റെ ഉത്തരവാണ് ഇത് പറയാൻ പോകുന്നത്. നമ്മുടെ അവസ്ഥ ഇങ്ങനെയാ. ലാസർ മരിച്ച് കല്ലറയ്ക്കകത്ത് കിടന്ന പോലെ അവസ്ഥയുള്ളവരുണ്ട്, ചീഞ്ഞ അവസ്ഥയുള്ളവരുണ്ട്, ദുർഗന്ധമുള്ള അവസ്ഥയിലുണ്ട്. കല്ലറയ്ക്കകത്ത് കൂരിരുട്ട്, കല്ലെടുത്ത് വച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ടു പോയി, ചെയ്യാൻ തുടങ്ങി, പുഴുപിടിക്കാൻ തുടങ്ങി, സകലതും കയ്യിൽ നിന്ന് പോയി, കൈവിട്ടു പോയി. ഇനിയൊരു ഉയർപ്പില്ല, ഇനിയൊരു മാറ്റമില്ല, ഇനിയൊരു ഉയർച്ചയില്ല, ഇനിയൊരു തിരിച്ചുപോക്കില്ല, എന്നേക്കുമായി അവസാനിച്ചു എന്നെല്ലാം വിധി പറഞ്ഞ ഒരു സ്ഥലത്തു നിന്ന് യേശു അവനെ ഉയർപ്പിച്ചു. യേശു അവനെ ഉയർപ്പിച്ചു. പ്രിയരെ, പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഏതവസ്ഥയിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് കേട്ടോ. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. 3 ദിവസമായി, 4 ദിവസമായി, 2 ദിവസമായി, 40 ദിവസമായി, 400 ദിവസമായി ആയിക്കോട്ടെ, ദൈവം നിങ്ങളെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ് നയിക്കുന്നത്. തകർന്നു കിടക്കുവാണോ? വിഷമിച്ചിരിക്കുവാണോ? വാടിപ്പോയോ? മനസ്സ് തകർന്നു പോയോ? ഒറ്റപ്പെട്ടു പോയോ? എൻ്റെ ജീവിതം ശരിയാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ ചതിച്ചോ? ഒറ്റപ്പെടുത്തിയോ? കുറ്റപ്പെടുത്തിയോ? തകർന്നു പോയോ? വിഷമിക്കൊന്നും വേണ്ട. ദൈവം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മാത്രമല്ല, ശവക്കുഴി കിടന്നവൻ ഇന്നിരിക്കുന്നത് വിരുന്നു മേശയിലാണ്. 12-ാം അധ്യായം 1-2 വചനം വായിക്കുമ്പോൾ 11-ാം അധ്യായം മറന്നേക്കല്ല്. ഏതവസ്ഥയെന്നാ ഇന്ന് വിരുന്ന് മേശയിൽ ഇരിക്കുന്നതെന്ന് മറക്കല്ല്. ഏതവസ്ഥയെന്നാ മാറിയത്? 11-ാം അധ്യായത്തിൻ്റെ അവസ്ഥ പലർക്കും ഉണ്ടോ? 12-ാം അധ്യായം നിങ്ങൾക്കും ഉണ്ട്. 11-ാം അധ്യായത്തിൻ്റെ അവസ്ഥ, കല്ലെടുത്ത് വച്ചു, ഇനി രക്ഷയില്ല, രക്ഷപ്പെടത്തില്ല, എല്ലാം തലതിരിഞ്ഞു പോയി, ഇനി മരണമല്ലാതെ മറ്റൊന്നില്ല എന്നൊക്കെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പ്രിയരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിൻ്റെ അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ കടന്നു വരാം. എല്ലാവരാലും കൈവിട്ടത്, ദൈവം പോലും കൈവിട്ടോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യം, ചുറ്റും പ്രതിസന്ധികൾ, കൂരാക്കൂരിരുട്ട്, ദുർഗന്ധം, പുഴുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും പൂട്ടിക്കെട്ടി കല്ലും എടുത്തു വെച്ച് പോയിരിക്കുന്നു. എല്ലാവരും ഇതിൽ കൂടുതൽ എന്നാ തകരാനാ? സകലത് അസ്തമിച്ചു പോയില്ലേ? പക്ഷേ ബൈബിൾ പറയുവാണ്, അസ്തമിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് യേശു വന്നപ്പം, യേശു ആ വീട്ടിൽ വന്ന് ആ കല്ലറയുടെ മുമ്പിൽ വന്ന് നിന്നതാ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണം. നിങ്ങളെവിടെയാ തകർന്നിരിക്കുന്നത്? ഇന്ന് ദൈവവചനം നിങ്ങളുടെ അടുത്താ വന്ന് നിൽക്കുന്നത്. ആ കുഴിയുടെ അടുത്ത് യേശു വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞ് ആ കല്ലെടുത്ത് മാറ്റ്. ഇതുപോലെ ഇന്ന് ദൈവം നിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു, നിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിൻ്റെ അടുത്ത് യേശു വന്ന് നിൽക്കുന്നു. എല്ലാ വഴികളും അസ്തമിച്ചു, ശരിയാകത്തില്ല, ഇനി എങ്ങനെ ശരിയാകാനാ എന്നൊക്കെ ചിന്തിച്ച് മനസ്സ് പൊടിഞ്ഞ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന നിങ്ങളുടെ അടുത്ത് യേശു നിൽക്കുന്നത് നിങ്ങൾ അറിയുന്നോ? യേശു നിൽക്കുന്നു. നിങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് യേശു നിൽക്കുന്നു. നിങ്ങളുടെ അവസ്ഥയെ നോക്കി യേശു നിൽക്കുന്നു. നിങ്ങളുടെ രോഗാവസ്ഥയെ നോക്കി യേശു നിൽക്കുന്നു. പ്രാർത്ഥനാ വിഷയത്തെ നോക്കി യേശു നിൽക്കുന്നു. ആ ലാസർ 12-ാം അധ്യായം 1-ാം വാക്യത്തിലെത്തിയപ്പോൾ അവരോടൊപ്പം വിരുന്നിനിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ കഴിയുമോ? ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ആരെയാണ്?
ലാസറിനെയാണ്. എല്ലാ കണ്ണുകളും ഇപ്പോൾ ലാസറിൻ്റെ മേലായി. ഞാൻ നോക്കുമ്പോൾ ലാസർ ഇതാ ആ കൂട്ടത്തിൽ വിരുന്നിനിരിക്കുന്നു. നിങ്ങൾക്കുണ്ട് കേട്ടോ വിരുന്നിനിരിക്കേണ്ട ഒരു നല്ല കാലം. സകലരും അത്ഭുതത്തോടെ നോക്കുന്നൊരു കാലം, സകലരും ശ്രദ്ധിക്കുന്നൊരു കാലം നിങ്ങൾക്കുണ്ട് കേട്ടോ. സകലരും നിങ്ങളെ ശ്രദ്ധിക്കുന്നൊരു കാലം വളരെ ദൂരെയല്ല. ഇന്ന് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, മക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട്, ജീവിത പങ്കാളിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് തകർന്നിരിക്കുവാണോ എന്ന് വിരുന്നിനിരിക്കുന്നൊരു കാലമുണ്ട്. അത് സന്തോഷത്തിൻ്റെ അന്തരീക്ഷമാണ്. അത് കണ്ണുനീരിൻ്റെ കാലമല്ല, അത് ആനന്ദത്തിൻ്റെ കാലമാണ്. അവിടുന്ന് നിൻ്റെ കണ്ണുനീർ തുടച്ച് ആനന്ദ നൃത്തം ചെയ്യാൻ ഇടവരുത്തുന്നു ബൈബിളിലില്ലേ? വിലാപത്തിൻ്റെ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് ബൈബിളിലില്ലേ? അവസാനത്തെ നിയോഗപ്ര ആഴ്ചയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. ചീഞ്ഞു കിടന്ന, പുഴുപിടിക്കാൻ തുടങ്ങിയ ശരീരത്തിൻ്റെ എല്ലാ മാംസങ്ങളും അഴുകാൻ തുടങ്ങിയ ലാസർ അപ്പുറത്തെ വിരുന്നിനിരിക്കുന്നു. വളരെ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം വന്നു. പ്രാർത്ഥിക്കുന്ന നിൻ്റെ അവസ്ഥ പഴയതുപോലെ തുടരുകയില്ല. പ്രാർത്ഥിക്കുന്ന നിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. അത് ചെറിയ മാറ്റമല്ല, വലിയ മാറ്റം. അതെവിടെയേലുമല്ല, നിൻ്റെ ജീവിതത്തിൽ വരും. ഇതാ ഈ സെറ്റിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ വരും. ഈ വാഹനം ഓടിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ വരും. ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ വരും കേട്ടോ. ആരുടെയും ജീവിതത്തിൽ വരുമെന്നല്ല കുഞ്ഞ്, നിൻ്റെ ജീവിതത്തിൽ വരും. ലാസറിൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ അത്ഭുത മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വരും, തലമുറയിൽ വരും, ജീവിതത്തിൽ വരും, കുഞ്ഞുങ്ങളിൽ വരും, സാമ്പത്തികത്തിൽ വരും. അത്ഭുതമാണ്. ഇന്ന് ഒത്തിരി സാധാരണക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ജോലി ചെയ്യുന്നവർ, തൊഴിലുറപ്പിന് പോകുന്നവർ, ഡ്രൈവർമാർ, ടാക്സി ഓടിക്കുന്നവർ, കടലിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, എല്ലാവരെയും പോലെ ജീവിക്കാൻ പറ്റിയിരുന്ന, പിള്ളേരൊന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ, വിരുന്നിനിരിക്കുന്നൊരു കാലം വരും. ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലുള്ള പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്കും വിലയുള്ളതാണ്. പ്രാർത്ഥിക്കാം. എഴുതി വെച്ച നിയോഗം, പ്രത്യേകിച്ച് അനുഗ്രഹനാലയത്തിൽ നിയോഗ പ്രാർത്ഥനയിൽ, ഈ നിയോഗാലയത്തിൽ തീർത്ഥാടനം പോലെ വന്നവരുണ്ട്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ധ്യാനം കൂടിയവരുണ്ട്. എഴുതി വെച്ച നിയോഗങ്ങളുണ്ട്. നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പ്രാർത്ഥിച്ചവരുണ്ട്. എണ്ണയൊഴിച്ച് കൽക്കുരിശിൽ പ്രാർത്ഥിച്ചവരുണ്ട്. തിരികത്തിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. നിയോഗ കൊന്ത ഉപയോഗിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഈ ആലയത്തിൽ എഴുതി വെച്ച നിയോഗങ്ങളാണ് ഈ മുമ്പിലുണ്ട്, എൻ്റെ മുമ്പിലുണ്ട്. എല്ലാ നിയോഗങ്ങളും ഇവിടെ എഴുതി വെച്ച സകല നിയോഗങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ ഭവനങ്ങളിൽ എഴുതി വെച്ച നിയോഗമുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നസ്രായനായ യേശുവേ, ഈ ആലയത്തിലും ഞങ്ങളുടെ ഭവനത്തിലും മുടങ്ങാതെ പ്രാർത്ഥിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ യേശുവേ, നിയോഗാലയത്തിൽ എഴുതിയിട്ട നിയോഗങ്ങൾ, ഭവനങ്ങളിൽ എഴുതി സൂക്ഷിച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങൾ, സകല നിയോഗങ്ങളും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഒരു സാക്ഷിയാക്കണമേ. ഞാൻ ഈ വചനം പറയുന്നിടത്ത് നിങ്ങളൊരു സാക്ഷ്യം പറയും. നസ്രായനായ യേശുവേ, ഈ നിയോഗാലയത്തിൽ, ഈ അനുഗ്രഹാലയത്തിൽ ആരൊക്കെ വന്ന് നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, നിയോഗ തിരികത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നോ, നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അവരുടെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ, സാക്ഷിയാക്കണമേ. ഈ ആലയത്തിൽ ഈ മാസം എഴുതിയിട്ട സകല നിയോഗങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കണമേ. കർത്താവെ, ഡെയിലി ബ്ലെസ്സിങ്ങിനെ അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിച്ച്, ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയെ അനുഗ്രഹമാക്കണമേ. അങ്ങയുടെ വചനത്തെ ലോകത്തിൽ കൊടുക്കുവാൻ, അനേകരിലേക്ക് അത് എത്തുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ഈ വചനം പറഞ്ഞ് ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ ആലയം ഒരു തീർത്ഥാടനാലയം പോലെ അനേകർക്ക് അനുഗ്രഹമാകുന്ന ഒരു സ്ഥലമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ച്,
രോഗങ്ങളിൽ നിന്നും അപകടങ്ങളും ദുർമരണത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സന്തോഷവും സമാധാനവും തരണമേ. പുതിയ വഴികൾ തുറക്കണമേ. ഉയർച്ചകൾ തരണമേ. അഭിഷേകം നൽകണമേ. ദീർഘായുസ് നൽകണമേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. രാത്രിയിലെ ഭീകരതയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കുറ്റപ്പെടുത്തലിൽ നിന്നും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും പാരയിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും തകർക്കാൻ ശ്രമിക്കുന്ന വെല്ലുവിളിക്കുന്ന സകല ശത്രു സാന്നിധ്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഉള്ളം കയ്യിലെന്ന പോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സംരക്ഷിക്കണമേ. വേലി കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്കാരുമില്ല കർത്താവേ, ഞങ്ങൾക്കാരുമില്ല, അങ്ങല്ലാതെ ഞങ്ങൾക്കാരുമില്ല. ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സമ്പത്തും ഐശ്വര്യവും തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വചനത്തിലൂടെ 91-ാം സങ്കീർത്തനത്തിന് മുഴുവൻ അനുഗ്രഹത്തോടെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. യുവാക്കൾ, വിദ്യാർത്ഥിനികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെ ഒരുമിച്ച് കാണുന്നത് വരെ സർവ്വശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.